ഹായ് ഗൈസ്, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പോക്കോ M4 Pro 5G എന്ന് പറയുന്ന ഡിവൈസിൻ്റെ ഒരു അൺബോക്സിങ് ആൻഡ് റിവ്യൂ ആണ്. സോ ഇതിൻ്റെ ഒരു ഷോർട്ട് റിവ്യൂ ആണ്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എല്ലാം ഈ ഒരു വീഡിയോയിലൂടെ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇത് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടില്ല ഇതുവരെ ആയിട്ടും. ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. 15 നവംബറിലാണ് ഇന്ത്യയിലേക്ക് വരുന്നതെന്നാണ് ലീക്സ് പറയുന്നത്. എന്തായാലും നമുക്ക് അറിയില്ല. പക്ഷേ ഇത് ഓൾറെഡി യൂറോപ്പിലും നമ്മുടെ മറ്റുള്ള രാജ്യങ്ങളിൽ റഷ്യയിലൊക്കെ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. സോ നേരെ നമുക്ക് ഈ ഒരു ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യും. ഇപ്പം നിങ്ങൾ അതിശയിക്കുന്നുണ്ടായിരിക്കും, ഇവ നമ്മൾ ആളെ കളിയാക്കുവാണോ, റെഡ്മി നോട്ട് 11 അല്ലേ ഇതെന്ന്. ഇത് റെഡ്മി നോട്ട് 11 തന്നെയാണ്. ചൈനയിൽ ലോഞ്ച് ചെയ്ത റെഡ്മി നോട്ട് 11 ആണ്. ഇന്ത്യയിലേക്ക് ഇത് ഷൗമി റീബ്രാൻഡ് ചെയ്ത് പോക്കോയ്ക്ക് കൊടുത്തതിന് ശേഷം പോക്കോ അതിന് ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയാണ്, പോക്കോ M4 Pro 5G എന്ന്. സോ നേരെ നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്യാം. ഈ ഒരു ബോക്സ് ടോട്ടലി മാറി പോക്കോയുടെ തന്നെ ഒരു യെല്ലോയിഷ് ബോക്സിംഗ് പാക്കേജ് ആവുന്നതാണ്. സോ ഫ്രണ്ടിലായിട്ട് നമ്മുടെ ടോപ്പ് ഷെല്ലിൽ കിട്ടുന്നുണ്ട്. പിന്നെ ഇരിക്കുന്നത് നമ്മുടെ പോക്കോയുടെ M4 Pro 5G ആണ്. പിന്നെ നമുക്ക് ബോക്സിൻ്റെ അകത്ത് കിട്ടുന്നത് നമ്മുടെ ഒരു ചാർജറാണ്. ഈ ഒരു ചാർജർ 33 വാട്ടിൻ്റെയാണ്. പിന്നെ USB Type-C ഒരു കേബിളും കിട്ടുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഡിവൈസ്. സോ നമുക്ക് ഡിവൈസ് ഈ ഒരു പാക്കറ്റിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നതായിരിക്കും ഈ ഒരു ബാക്കിൽ എന്താണ് തമ്പിലിൽ കണ്ട പോലെ അല്ലല്ലോ ഈ ബാക്ക് ഇരിക്കുന്നതെന്ന്. സോ എല്ലാം ഇപ്പോഴും പോക്കോ ചെയ്യുന്ന പോലെ തന്നെ അവരുടെ M3 സീരീസിൽ കൊണ്ടുവന്ന ആ ഒരു ബാക്കിൽ പോക്കോ എന്ന് വലിയൊരു ലോഗോ കൊടുത്തതിന് ശേഷം ഒരു ബ്ലാക്കിഷ് ഫിനിഷ്, നല്ല മീ11 അൾട്രയുടെ കണക്ക് വലിയൊരു ക്യാമറ മൊഡ്യൂൾ പോലെ ഒരു ഡിസൈൻ ബാക്കിൽ കൊടുക്കുന്നുണ്ട്. സോ അത് ഈ ഒരു ഫോണിലോട്ടും കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ ചൈനയിൽ ഈ ഒരു ഫോണിൻ്റെ അകത്ത് ഇതില്ല. ഇന്ത്യയിലേക്ക് വരുമ്പം ഈ ഒരു സംഭവം വരുന്നുണ്ട്. ഇന്ത്യയിലേക്കും മറ്റുള്ള രാജ്യങ്ങളിലേക്കും ഈ പോക്കോ റീബ്രാൻഡ് ചെയ്യുന്ന സമയത്ത് ഇത് വരുന്നുണ്ട്. സോ നമുക്ക് ഈ ടോപ്പ് ഷെല്ലിൻ്റെ അകത്ത് എന്തൊക്കെ കിട്ടുമെന്ന് നോക്കാം. യൂഷ്വലി എല്ലാ പോക്കോ സ്മാർട്ട് ഫോൺസിലും അല്ലെങ്കിൽ ഷൗമി സ്മാർട്ട് ഫോൺസിലും കിട്ടുന്ന പോലെ തന്നെ നമ്മുടെ സിം ഇജക്ടർ പിന്ന് കിട്ടുന്നുണ്ട്. സോ സിം ഇജക്ടർ പിന്ന് ഫ്രണ്ടിലായിട്ട് തന്നെ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നമുക്ക് സിം ഇജക്ടർ പിന്ന് ഉള്ളിലേക്ക് എടുക്കാം. അപ്പോൾ നല്ല ഡിസൈനിലായിട്ടുള്ളൊരു സിം ഇജക്ടർ പിന്നാണ്, ഇതൊന്നും എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ബോക്സിൻ്റെ അകത്ത് വേറെ എന്തൊക്കെ കിട്ടുമെന്ന് നോക്കാം. എല്ലാം ഇപ്പോഴും യൂഷ്വലി കിട്ടുന്ന പോലെ തന്നെ ഒരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്, വാറൻറ്റി, അതോടൊപ്പം നമ്മുടെ സ്മാർട്ട് ഫോണിന് ആവശ്യമായിട്ടുള്ള ഒരു സിൽക്കൺ കേസ്. ഇത്രയും മാത്രമാണ് ബോക്സിൻ്റെ അകത്ത് വരുന്നത്. സോ നമുക്ക് നേരെ നമ്മുടെ ഡിവൈസിലേക്ക് പോകാം. സോ ഇതാണ് നമ്മുടെ സിൽക്കൺ കേസ്. നമുക്ക് സിൽക്കൺ കേസ് മാറ്റി വെച്ച് ഫോണിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ സ്മാർട്ട് ഫോൺ. സോ MIUI എന്ന് എഴുതി കാണിച്ച് ബൂട്ടപ്പായി വരുന്നുണ്ട്. അപ്പോൾ ടോട്ടലി ഈ ഒരു ഫോൺ റീബ്രാൻഡ് ചെയ്ത് പോക്കോയാണ് കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ബോക്സിൻ്റെ അകത്തുള്ള ഈ ഒരു ബോക്സിൻ്റെ സ്റ്റൈൽ തന്നെ മാറി ടോട്ടലി ഒരു യെല്ലോയിഷ് കളർ ആവും. സോ നേരെ ഡിവൈസിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ ഡിവൈസ്. നിങ്ങൾ ബാക്കിൽ കണ്ടുപോലെ ആ ഒരു ക്യാമറ മൊഡ്യൂളിൽ ചെറിയ വ്യത്യാസം വരുന്നതേ ഉള്ളൂ ഇന്ത്യയിലേക്ക് വരുമ്പോൾ. ബാക്കിയെല്ലാം ടോട്ടലി കറക്റ്റ് റെഡ്മി നോട്ട് 11 സ്പെസിഫിക്കേഷൻസ് തന്നെയാണ് വരുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ റെഡ്മി നോട്ട് 11 Pro Maxൻ്റെ നോട്ട് 11 Proയുടെയും വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് കാണാത്തൊരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ ലിങ്ക് നൽകിയിട്ടുണ്ട്, അതിൽ പോയി നിങ്ങൾക്ക് കാണാവുന്നതാണ്. സോ തമ്പനിയിൽ കണ്ടോടെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസ് വരുന്നത് 19,000 രൂപയാണ്. 19,000 രൂപ ഏത് വേരിയൻ്റാണ് വരുന്നതെന്ന് നിങ്ങൾ വീഡിയോ അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. സോ ഈ ഒരു വേരിയൻറ്റ് നമുക്ക് ടോട്ടലി 2 രീതിയിൽ അവൈലബിൾ ആണ്. ആദ്യത്തെ രീതി നോക്കുകയാണെങ്കിൽ 4GB 64 ആണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ രണ്ടാമത്തെ വേരിയൻറ്റ് വരുന്നത് 6GB 128 ആണ്. 8GB 128 എന്നൊരു വേരിയൻറ്റ് കിട്ടുന്നില്ല, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെയാണ്. ഈ ഒരു സ്മാർട്ട് ഫോണിൽ നോക്കുകയാണെങ്കിൽ 3.5 ഓഡിയോ ജാക്കും, പ്രൈമറി മൈക്കും, Type-C പോർട്ടും, താഴെ ഒരു സ്പീക്കറും കാണാനായിട്ട് സാധിക്കും. മുകൾ ഭാഗം നോക്കുകയാണെങ്കിൽ നമുക്കൊരു ക്യാമറ കാണാനായിട്ട് സാധിക്കും, ഫ്രണ്ട് ക്യാമറ. അതൊരു 16 മെഗാപിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയാണ്. 6.6 ഇഞ്ചസിൻ്റെ ഒരു ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല ഡിസ്പ്ലേ തന്നെയാണ്. HDR10 സപ്പോർട്ടബിൾ ആണ്. സോ അത് നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രോസസ്സർ നോക്കുകയാണെങ്കിൽ മീഡിയടെക്കിൻ്റെ ഡിമെൻസിറ്റി 810 എന്ന് പറയുന്ന ഒരു 5G പ്രോസസ്സറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതും നല്ലൊരു കാര്യം തന്നെയാണ്. 5G നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ അവൈലബിലിറ്റി ഉണ്ട്. അതോടൊപ്പം മുകളിലായിട്ടൊരു IR ബ്ലാസ്റ്റർ, നമ്മുടെ സ്റ്റീരിയോ സ്പീക്കേഴ്സിൻ്റെ രണ്ടാമത്തെ സ്പീക്കറും കാണാനായിട്ട് സാധിക്കും. മുകളിലും താഴെ സ്പീക്കർ ഉണ്ടായതുകൊണ്ട് തന്നെ നല്ല സൗണ്ട് നമുക്ക് ഈ ഒരു ഫോണിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഒരു 7nm പ്രോസസ്സറാണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ക്യാമറ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിലായിട്ട് 16 മെഗാപിക്സലിൻ്റെ ഒരു ഫ്രണ്ട് ക്യാമറയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രോസസ്സറിൽ എടുത്ത ANTUTU സ്കോർസിനൊക്കെ നല്ല ഒരു റേഞ്ച് തന്നെ ലഭിക്കുന്നുണ്ട്. അപ്രോക്സിമേറ്റ്ലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ANTUTU ബെഞ്ച് മാർക്ക് റിസൾട്ട്സ് നോക്കുകയാണെങ്കിൽ ഏകദേശം 3,88,000 അതിലപ്പുറം നമുക്ക് കിട്ടുന്നുണ്ട് ഈ ഒരു ഫോണിൻ്റെ അകത്ത്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബാക്ക് ക്യാമറ, അതായത് മെയിൻ ക്യാമറ 2 ക്യാമറയാണ് വരുന്നത്. ബാക്കി രണ്ടും AI ക്യാമറാസ് ആണ്. സോ ആദ്യത്തെ ക്യാമറ 50 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറ, രണ്ടാമത്തത് 8 മെഗാപിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ക്യാമറയാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോണിൽ 5000 mAh ബാറ്ററിയാണ് നമുക്ക് ലഭിക്കുന്നത്. 33 വാട്ടിൻ്റെ ചാർജർ ബോക്സിൻ്റെ അത് ഇൻക്ലൂഡഡ് ആണ്. MIUI 12.5 ആണ് കിട്ടുന്നത്. അത് ബേസ്ഡ് ഓൺ Android 11 ആണ്. ഇത് നമുക്ക് 3 കളേഴ്സ് ഇന്ത്യയിൽ അവൈലബിൾ ആണ്. ഇന്ത്യയിൽ ഇരിക്കുന്ന കളർ കൂൾ ബ്ലൂ ആണ്. ഇതിൻ്റെ പോക്കോ യെല്ലോയും പവർ ബ്ലാക്ക് എന്ന് പറയുന്ന കളർ വേരിയൻസും അവൈലബിൾ ആണ്. സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ലാസ്റ്റ് പറയാമെന്ന് പറഞ്ഞല്ലോ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഏത് വേരിയൻറ്റിലാണ് 19,800 രൂപ വരുന്നതെന്ന്. ഇത് 4GB 64GB വേരിയൻറ്റിലാണ് 19,800 രൂപ കമ്പനി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ഫോൺ ഇന്ത്യയിലേക്ക് പ്രതീക്ഷിക്കാം. എല്ലാവരും വളരെ എക്സൈറ്റഡ് ആണെന്ന് എനിക്കറിയാം ഈ ഒരു സ്മാർട്ട് ഫോണിന് വേണ്ടിയിട്ട്.
അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ കറക്റ്റ് നമ്മൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നിന്നല്ല, കറക്റ്റ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് GSM അരീനയിൽ നിന്നാണ്. നിങ്ങൾക്ക് അവിടെ പോയാലും ചെക്കൗട്ട് ചെയ്യാവുന്നതാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പോൾ ജസ്റ്റ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസും ചെറിയൊരു റിവ്യൂവും കൂടെ എന്താ പറയുക ഇൻക്ലൂഡ് ചെയ്തതേ ഉള്ളൂ, അൺബോക്സിങ് ആൻഡ് റിവ്യൂ. അപ്പോൾ റിവ്യൂ എന്ന് പറയുന്നത് കുറച്ച് ഇൻഡെപ്തായിട്ട് നമ്മൾ കടന്നില്ല, ചെറിയൊരു റിവ്യൂലായിട്ടാണ് ഇത് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമ്മൾ നടത്തിയത്. എനിവേ ഈ ഒരു ഡിവൈസ് ഇന്ത്യയിലേക്ക് വരുമ്പോൾ നിങ്ങളും മേടിക്കുമെന്ന് വിചാരിക്കുന്നു. ഞാനും തീർച്ചയായിട്ടും വാങ്ങിക്കും, കാരണം അത്രയ്ക്ക് കിടിലൻ ഡിവൈസാണ് കമ്പനി കൊണ്ടുവരാൻ പോകുന്നത്. ഞാൻ ആ ഒരു ക്യാമറ മോഡ്യൂൾ കണ്ടപ്പോൾ തന്നെ നല്ല ഇമ്പ്രസ്ഡ് ആണ്, എൻ്റെ ഫ്രണ്ട്സിനും കാണിച്ചു കൊടുത്തു, എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ട ഇമ്പ്രസ്ഡ് ആയിട്ടുള്ള ഡിസൈൻ തന്നെയാണ് കമ്പനി കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ഇരിക്കുന്ന റെഡ്മി നോട്ട് 10 ആയിരിക്കും. ഇന്ത്യയിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റീബ്രാൻഡ് ചെയ്ത ആ ഒരു ക്യാമറയിൽ ജസ്റ്റ് ആ ഒരു ഷേപ്പ് ഒരു എന്താ പറയുക റൗണ്ടഡ് കോർണേഴ്സ് ഉള്ള ഒരു ഷേപ്പാണ് കേട്ടോ. അതെനിക്ക് കൃത്യമായിട്ട് എന്താണെന്ന് അറിയില്ല. റെക്റ്റാങ്കിൾ വന്നതിന് ശേഷം ഒരു റൗണ്ടഡ് കോർണർ ആയിട്ടുള്ള ഷേപ്പാണ്. എനിവേ ആ ഒരു ഡിസൈനും നമ്മുടെ ഇന്ത്യയിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും വേണ്ടി കാത്തിരിക്കാവുന്നതാണ്. അപ്പോൾ നല്ല ഡിസൈൻ തന്നെ കമ്പനി പുറത്തിറക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡിസൈനിൻ്റെ കാര്യം പറഞ്ഞ സമയത്ത് ബാക്കിൽ ഗ്ലാസ് അല്ല, ഒരു പ്ലാസ്റ്റിക് ഫ്രെയിമാണ്, അത് പറയാൻ മറന്നുപോയി. ഫ്രണ്ടിൽ മാത്രമേ ഗൊറില്ല ഗ്ലാസിൻ്റെ സപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഗൊറില്ല ഗ്ലാസ് വിക്ടസ് ആണ് കിട്ടുന്നത്. ബാക്കിൽ നമുക്ക് നൽകിയിരിക്കുന്നത് ഒരു പ്ലാസ്റ്റിക് ഫ്രെയിം ആയതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോക്കോയുടെ M3യിൽ കണ്ട സെയിം അതേ ഡിസൈനാണ്. ഇത് M3 Pro ആണ്. ഇത് വെറും M3 അല്ല, M3 Proയുടെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്തത്. M3യുടെ വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക. M3 മിക്കവാറും ഇന്ത്യയിൽ ലോഞ്ച് ആവില്ല. M3 Pro എന്ന പേരിലാണ് കൊണ്ടുവരുന്നത്. M3 എന്തായാലും കൊണ്ടുവരില്ല, കാരണം ഇത്രയും ലോവസ്റ്റ് പ്രൈസിലും ഇത്രയും ലോവസ്റ്റ് വേരിയന്റിലും കൊണ്ടുവരുന്നുണ്ട്. M3 Pro മാത്രമായിരിക്കും വരുന്നത്, M3 വരില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഞാൻ കഷ്ടപ്പെട്ടാണ് ഓരോ വീഡിയോസും ചെയ്യുന്നത്, അതുകൊണ്ടാണ്. ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓളം അമർത്തി വയ്ക്കുക. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ ലിങ്ക് നൽകിയിട്ടുണ്ട്. ഇതിനെപ്പറ്റി എന്ത് ഡൗട്ട് ചോദിച്ചാലും ഞാൻ പറയുന്നതാണ്. സോ അണ്ടിൽ ദെൻ ദിസ് ഇസ് സാത്യൻ സൈനിങ് ഓഫ്. ബൈ. അടുത്തൊരു വീഡിയോ കണ്ടുമുട്ടാം. ടാറ്റാ.